ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മയ്യിൽ വേളം മഹാഗണപതി ക്ഷേത്രത്തിലാണ്. എൻ്റെ ആദ്യ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ഇവിടെ മനോഹരമായ ഒരു ക്ഷേത്രക്കുളമുണ്ട്. മുമ്പ് ഇതൊരു ഗ്രാമക്ഷേത്രമായിരുന്നു. പിന്നെ നാട്ടുകാർ എല്ലാവരും കൂടെ സ്വരൂപിച്ച് ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രക്കുളവും അതിന് ചുറ്റുമതിലും ഒക്കെ നിർമ്മിക്കുകയും ഗ്രാമത്തിൻ്റെയും ഇപ്പോൾ കണ്ണൂർ ജില്ലയുടെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ശ്രീ മഹാഗണപതി ക്ഷേത്രമായി മാറിയിരിക്കുകയാണ്. വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിനൊരുപാട് ചരിത്രങ്ങളുണ്ട്. 2000-ലധികം വർഷം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രം എല്ലാം പൊളിഞ്ഞ് വീഴാറായപ്പോൾ നാട്ടുകാരുടെയും അഭ്യുദയകാംക്ഷികളുടെയും ഒക്കെ സഹായത്തോടു കൂടി ഇത് പുനരുദ്ധാരണം ചെയ്യുകയും ഇപ്പോൾ ക്ഷേത്രം വളരെ മനോഹരമായി എല്ലാവരും ഇത് കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട്. അപ്പം വേളം ഗ്രാമത്തിൽ രാജരാജേശ്വരി ക്ഷേത്രം ഉണ്ടായതിനും അവിടെ മഹാഗണപതിക്ക് അധിക പ്രാധാന്യം ഉണ്ടായതിൻ്റെയും പുറകിൽ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. വേളത്തെ ഗ്രാമക്ഷേത്രമായിരുന്നു, ഞാൻ പറഞ്ഞുവല്ലോ. തെക്കേടത്ത് ശിവക്ഷേത്രമെന്ന് അറിയപ്പെടുമ്പോൾ വൈദ്യനാഥ ക്ഷേത്രം പെരിഞ്ചല്ലൂർ ഗ്രാമാതിർത്തി സംബന്ധിച്ചും തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ ഊരാൺമ സംബന്ധിച്ചും പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെയും വേളം ഗ്രാമത്തിലെയും ബ്രാഹ്മണർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. പക്ഷേ ഒരു നാൾ വേളം ഗ്രാമത്തിലെ ബ്രാഹ്മണർ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിന് പോയപ്പോൾ അവിടുത്തെ ക്ഷേത്ര ഊരാളന്മാരാടെ അപമാനിക്കപ്പെടുകയും അതിൻ്റെ പ്രതികാരമെന്നോണമാണ് ഈ മഹാഗണപതി ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്യുന്നതെന്നാണ് ഐതിഹ്യം. ഇതിന് വളരെയധികം പ്രാധാന്യമുള്ളതെന്ന് വെച്ചാൽ ഈ ഗണപതി ക്ഷേത്രത്തിന് ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള അധികാരമൊന്നുമില്ല. പിന്നെ വേളം ദേവസ്വം ബോർഡിൻ്റെ ഒരു ഓഫീസുണ്ട്. അവിടെ നമുക്ക് വേണ്ട നമ്മൾ വഴിപാടുകളുടെ ഷീട്ട് മുറിക്കാം. ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഒരു ക്ഷേത്രത്തിലും കാണാത്തൊരു പ്രത്യേകത കണ്ടത്, നമുക്ക് വിഘ്നേശ്വരന് ആനക്കൊമ്പിൻ്റെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ആനക്കൊമ്പ് ഒരു വഴിപാടായിട്ട് ഇവിടെയുണ്ട്. അത് നമുക്ക് ഇവിടുന്ന് ഷീട്ട് മുറിച്ച് നമുക്ക് അതിനകത്ത് ചെന്നാൽ അവിടെ തന്ത്രി വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് അത് തരികയും അവിടെ അർപ്പിക്കുന്ന വളരെയധികം വിചിത്രവും എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിയ ഒരു ആചാര രീതിയാണ്. പിന്നെ നമുക്കിവിടെ തേങ്ങ മുട്ടൽ ചടങ്ങുണ്ട്. അതിന് നമ്മൾ തേങ്ങ ഇവിടെയുണ്ട്, നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. അതിനുള്ള ഒരു സ്ഥലമാണ് കാണുന്നത്. പിന്നെ പിന്നെ പുറമേയുള്ള ചുറ്റമ്പലം ചുറ്റിന് ശേഷം മാത്രമാണ് അകത്തേക്ക് കടക്കുന്നത്. അതൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇവിടെ മഹാഗണപതി ഒഴികെ മറ്റ് ദേവന്മാരെയും ഇവിടെ ആചരിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അങ്കണമാണിത്. ഇതിൻ്റെ മുൻഭാഗത്തെ ഒരു എല്ലാവർക്കും വിശ്രമിക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥലം ഇവിടെയുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത വേറെ ദേവന്മാരും ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നുള്ളതാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ മയ്യിൽ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ വിഘ്നേശ്വര ക്ഷേത്രത്തിലേക്ക്, ഈ മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് ഹിന്ദു വിശ്വാസികളായ എല്ലാവരും എത്തിച്ചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അത്ര മനോഹരമായ കാഴ്ചകളും ആചാര രീതികളുമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഭഗവാന് വേണ്ടി ഞാനിത് സമർപ്പിക്കുകയാണ്. എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ബൈ ഗൈസ്.